ഹലോ ഫ്രണ്ട്സ്, തെന്നം ടെക് ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മീഷോ വഴി എങ്ങനെ പൈസ സമ്പാദിക്കാം എന്നാണ്. മീഷോ വഴി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു എമൗണ്ടൊക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. നിങ്ങൾ ഇതിൽ തന്നെ മുഴുകിയിരിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇത് വളരെ ചെറിയ വീഡിയോ ആയിരിക്കും. അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കുറേ വീഡിയോകൾ ഇനി അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ശരി, മീഷോയിലേക്ക് പോവാം. മീഷോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മീഷോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഹോമിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. മീഷോയിൽ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. മീഷോ ഒരു റീസെല്ലിംഗ് ആപ്പാണ്. മീഷോ പോലത്തെ വേറെയും ആപ്പുകളുണ്ട്, റീസെല്ലിംഗ് ആപ്പ്. അതിൻ്റെ കൂടെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് കാറ്റഗറി ബേസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ പോപ്പുലർ പ്രൊഡക്റ്റിലാണ് ഉള്ളത്. അപ്പോൾ വുമൻസ് അങ്ങനെ മെൻസ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം, ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ ഒരു കിഡ്സിൻ്റെ ടോയ് ആണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലത് സെർച്ച് ചെയ്യുന്നില്ല, അപ്പോൾ കുറേ സമയം എടുക്കും. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് കാണാൻ കുറച്ച് ഭംഗിയുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് കാണാൻ നല്ല ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഷെയർ ചെയ്യാൻ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പർച്ചേസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഈ ഒരു ബട്ടൺ ഇതാ ഇവിടെ വിഷ് ലിസ്റ്റ് കണ്ടോ, ഇത് ഇങ്ങനെ ഉണ്ടാവുക. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു ബ്ലാക്ക് ലവ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകളും അതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോഡക്റ്റ് കുറച്ച് ഭംഗിയുണ്ടെന്ന് തോന്നി. ഇതിൻ്റെ റിവ്യൂസൊന്നും ഇല്ല. അപ്പോൾ എന്നാലും നമുക്ക് ഷെയർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 879 ആണ്. അപ്പോൾ ഞാൻ ബിസിനസ് വാട്സപ്പ് പോയിട്ട് ഏറ്റവും ടോപ്പ് കാണുന്ന എൻ്റെ നമ്പർ തന്നെയാണ്. ഇതെൻ്റെ ഒരു പേജാണ് ഫേസ്ബുക്കിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ ടോപ്പിൽ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യുന്ന പ്രോഡക്റ്റുകളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഷെയർ ചെയ്യുക. ഇതിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കൂടാതെ ഞാൻ പേജിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ ഇതിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ഫോട്ടോ ആണ് പേജിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ ഷെയർ ചെയ്യാം. കൂടാതെ ഏതെങ്കിലും ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യാൻ ഇങ്ങനെ ഷെയർ ചെയ്യാം. ഞാൻ ടോപ്പിൽ ഷെയർ ചെയ്യുന്നില്ല. ഇത് എൻ്റെ നമ്പർ തന്നെയാണ് താഴത്തുള്ളത്. ഞാൻ ഈ നമ്പറിലേക്കാണ് ഷെയർ ചെയ്യുന്നത്. ബാക്ക് പോയി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനും കൂടി ആഡ് ആവും, അപ്പോൾ അതുകൂടി ആഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ പേയ്മെൻറ്റോ മീഷോയുടെ ഡീറ്റെയിൽസോ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അതിൻ്റെ ഇപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് കുറച്ച് വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഗാലറിയിലേക്ക് സേവ് ആകുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ നമ്പറായിട്ട് കൂട്ടേണ്ട ഒരു കസ്റ്റമർക്ക് ഞാൻ സെൻഡ് ചെയ്തതാണ്. കസ്റ്റമർ ഞാൻ തന്നെയാണല്ലോ. ഞാനിവിടെ പോയിട്ട് എനിക്കിവിടെ വന്നിട്ടുണ്ടാവും. എനിക്ക് ഈ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ. പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഇങ്ങനെ വന്നു അയക്കുവാണ്. അത് കസ്റ്റമർ എനിക്ക് വേണമെന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ ഇട്ടിട്ടുണ്ട്. കസ്റ്റമറിൻ്റെ അഡ്രസ്സ് ചോദിക്കണം. അഡ്രസ്സ് ചോദിക്കാൻ ഞാനിപ്പോൾ ഓൾറെഡി ഷോർട്ട് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അഡ്രസ്സ് ഫോർമാറ്റാക്കി ഞാൻ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കാണിക്കാം. ഇതൊക്കെ ഞാൻ ആവശ്യം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് എങ്ങനെ ചെയ്യുന്നത് കാണിക്കാം. ഇനിയിപ്പോൾ അവരെ അഡ്രസ്സ് അയച്ചു തരുവാണെങ്കിൽ, ഇപ്പോൾ കസ്റ്റമർ അഡ്രസ്സൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ ഈ ഡീറ്റെയിൽസ് എടുത്തിട്ട് എങ്ങനെ അതിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്യുമെന്ന് നോക്കാം. ഇത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം മീഷോ ഓപ്പൺ ചെയ്തിട്ട് പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുക. ഷെയർ ചെയ്ത പ്രൊഡക്റ്റ് എടുത്തിട്ട് ആഡ് ടു കാർട്ട്. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ 2 വന്നിട്ടുണ്ട്. നമുക്ക് ആ കാർട്ടിൻ്റെ അകത്ത് നിന്ന് 1 ഒഴിവാക്കാം. 1 മതി. ഓക്കെ, ഇവിടുന്ന് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ ഡയറക്റ്റ് പ്രൊസീഡ്.
അപ്പോൾ ഇതിൻ്റെ അത് നമ്മളെ മാർജിൻ ഞാനൊരു 50 രൂപ ഇടുന്നത്. അപ്പോൾ 50 ആകുമ്പോൾ എത്രയായി? 930 വരും. 930 51 രൂപ 51 രൂപ മാർജിനാണ്. അപ്പോൾ ഇനി ബാക്ക് പോവുക, പ്രൊസീഡ്. നിങ്ങൾക്കിപ്പോൾ ഓളി ഉള്ള അഡ്രസ്സിലേക്ക് അയക്കാമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്താൽ മതി. ഇവിടെയുള്ള പ്രൊസീഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണ്ട, ബാക്ക് പോവാം. ഇത് എൻ്റെ അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ പുതിയ അഡ്രസ്സ് ആഡ് ന്യൂ എന്ന് പറഞ്ഞ ഇവിടുന്ന് പുതിയ അഡ്രസ്സ് ക്ലിക്ക് ചെയ്യാണ്. ഞാൻ അവിടുന്ന് കോപ്പി ചെയ്തത് ഇവിടെ എൻ്റർ ചെയ്തു. അതിന് ശേഷം ഇവിടെ നിന്ന് ഓരോ ഭാഗം കോപ്പി ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതിയാവും. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ബാക്ക് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ സേവ് അഡ്രസ്സ് കാണാം. ഇവിടെ പിൻ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവില്ല. പിൻ നമ്പർ കറക്റ്റ് കൊടുക്കാൻ നോക്കണം. പിൻ നമ്പറിൽ അവർ ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ സേവ് ചെയ്യാം. സേവ് ചെയ്തു. ഇവിടെ ഇതാണ് സെലക്ട് ചെയ്യുന്ന ബട്ടൺ. നമ്മൾ ഏത് അഡ്രസ്സിലാണോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ്. ഇപ്പോൾ നമ്മളെ മാർജിൻ ഇവിടെ 50 ഉണ്ട്. യഥാർത്ഥ പ്രൈസ് ടോപ്പ് കാണിക്കുന്നത് 879, താഴത്ത് 930, പിന്നെ ടോപ്പിൽ ഡെലിവറി ചെയ്യുന്ന 25-ാം തീയതി ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്പർ ഇവിടെ, ഇതാണ് പ്രോഡക്റ്റ്. ഓക്കെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്. COD ആണ്, ക്യാഷ് ഓൺ ഡെലിവറി ആണ്. പ്ലേസ് ഓർഡർ. അപ്പോൾ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്, കണ്ടോ? ഓർഡർ പ്ലേസ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം, ഇവിടുന്ന് ട്രാക്ക് ചെയ്യാം. നമ്മൾ ഓർഡർ ട്രാക്ക് ചെയ്ത് നോക്കാം എവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ പുതിയ വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യും. കൂടാതെ ഈ മീഷോയുടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ മീഷോയുടെ ലിങ്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിലൂടെ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, വീഡിയോ കാണുന്നവരെ ബൈ.